അമേരിക്കയെ ഞെട്ടിച്ച് ഇന്നലെയാണ് വെടിവെപ്പുണ്ടായത്. മിനസോട്ട സംസ്ഥാനത്ത് സ്വകാര്യ സ്കൂളിൽ നടന്ന വെടിവെപ്പിൽ 2 കുട്ടികളടക്കം 3 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മിനിയാപോളിസ് നഗരത്തിലെ അനൻസിയേഷൻ കാത്തലിക് സ്കൂളിൽ കുർബാനയിൽ പങ്കെടുക്കുകയായിരുന്ന കുട്ടികൾക്കു നേരെയാണ് വെടിവെപ്പുണ്ടായത്. അക്രമി ജീവനൊടുക്കുകയും ചെയ്തു. അക്രമി ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയാണ്. ഇയാളുടെ കത്താണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദയവായി മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ പരാജയപ്പെട്ടുവെന്ന് കരുതരുത്. ഈ ലോകം എന്നെ ദുഷിപ്പിച്ചു. ജീവിതം എന്താണെന്ന് വെറുക്കാൻ ഞാൻ പഠിച്ചു. ജീവിതം സ്നേഹമാണ്. ജീവിതം വേദനയാണ്. ഈ ലോകം നൽകുന്ന വേദന കൊണ്ട് ഞാൻ മടുത്തു. സഹോദരങ്ങൾക്കും മറ്റുള്ളവർക്കും നിങ്ങളുടെ സ്നേഹം നൽകുന്നത് തുടരൂ. നിങ്ങൾ എന്നെ വിട്ടുകളയുക. എൻ്റെ ജീവിതവും ഞാൻ നൽകിയ വേദനയും മറക്കുക. നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി കളങ്കപ്പെടുത്തിയതിന് ക്ഷമ ചോദിക്കുന്നു. ഇനി നിങ്ങളുടെ കരിയർ, ജീവിതം, ബന്ധങ്ങൾ എല്ലാം തലകീഴായി മറിയും. അതുകൊണ്ട് ആവശ്യമെങ്കിൽ നിങ്ങളുടെ പേരുകൾ മാറ്റുക. ഇത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഞാൻ കടുത്ത വിഷാദത്തിലാണ്. വർഷങ്ങളായി ആത്മഹത്യയുടെ വക്കിലാണ്. ഈ ലോകത്തിലെ അനീതികൾക്ക് മുന്നിൽ മുട്ടുകുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് മരിക്കണം. ഞാൻ ക്യാൻസർ ബാധിച്ച് മരിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു. ഇയാൾ കത്തിലെഴുതി. അതേസമയം ഇവരുടെ അമ്മ ഈ സ്കൂളിലെ ജീവനക്കാരിയായിരുന്നു. മിനിയാപോളിസിലെ അനൻസിയേഷൻ കാത്തലിക് സ്കൂളിൽ 2 കുട്ടികളെ കൊലപ്പെടുത്തിയ വെടിവെപ്പ് കേസിൽ പ്രതി റോബിൻ വെസ്മാൻ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയാണെന്നും അവരുടെ അമ്മ കൊല്ലപ്പെട്ട സ്കൂളിലെ ജീവനക്കാരിയായിരുന്നു എന്നും ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഡെയിലി മെയിൽ പുറത്തുവിട്ട കോടതി രേഖകളാണ് ഈ വെളിപ്പെടുത്തലുകൾക്ക് ആധാരം. യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ ഈ ദുരന്തം ചെയ്തതിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് വെസ്മാൻ തുറന്നു പറയുന്നുണ്ട്. കുട്ടികൾക്കായി എന്ന തരത്തിലെ വീഡിയോയിൽ കാണാം. കോടതി രേഖകൾ പ്രകാരം വെസ്മാൻ 2019 റോബർട്ട് എന്ന പേര് മാറ്റി റോബിൻ എന്നാക്കാൻ അപേക്ഷ നൽകിയിരുന്നു. 2020 ജനുവരിയിൽ ഈ അപേക്ഷ അംഗീകരിക്കപ്പെട്ടു. താൻ ഒരു സ്ത്രീയാണെന്ന് തിരിച്ചറിയുകയും ആ പേര് അതിനെ പ്രതിഫലിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തതായിരുന്നു പേരുമാറ്റത്തിനുള്ള കാരണം. പ്രായപൂർത്തിയാകാത്തതിനാൽ അമ്മ മേരിയാണ് അപേക്ഷയിൽ ഒപ്പുവെച്ചത്. 2021 വിരമിക്കുന്നതിന് മുൻപ് വെസ്മാന്റെ അമ്മ ഈ സ്കൂളിൽ ജീവനക്കാരിയായിരുന്നു. വെസ്മാന് ലിംഗഭേദത്തെക്കുറിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നതായി രേഖകൾ പറയുന്നു. എനിക്ക് എല്ലായ്പ്പോഴും പെൺകുട്ടികളെ പോലെ വസ്ത്രം ധരിക്കാൻ ആഗ്രഹമില്ല. പക്ഷെ ചിലപ്പോൾ ഞാൻ അത് ശരിക്കും ഇഷ്ടപ്പെടുന്നു. ഞാൻ ഒരു സ്ത്രീ അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു പുരുഷനായും എനിക്ക് തോന്നുന്നില്ല, വെസ്മാൻ കുറിച്ചു. എൻ്റെ ഈ വസ്ത്രം എനിക്കിഷ്ടമാണ്. ഞാൻ സുന്ദരിയും സ്മാർട്ടും വിനീതയുമായി തോന്നുന്നു. വെടിവെപ്പിനായി ഞാൻ ഇത് ധരിക്കാനാണ് കരുതുന്നത്. ഇത്തരത്തിലെ വീഡിയോയും പുറത്തു വന്നിരുന്നു. സംഭവത്തെ മിനിയാപോളിസ് മേയർ ജേക്കബ് ഫ്രേഡ് ട്രാൻസ്ഫോബിയെ അപലപിച്ചു. ഒരു വശത്ത് സ്വന്തം ഐഡന്റിറ്റിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങൾ, മറുവശത്ത് ഭയാനകമായ കുറ്റകൃത്യത്തിനുള്ള തയ്യാറെടുപ്പ്. ഈ വിവരങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. ക്രൂരമായ ആക്രമണത്തിന്റെ വ്യാപ്തി ഞെട്ടിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു.